2021 സ്റ്റാർട്ടപ്പുകൾ, ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗുകൾ, ആപിഒകൾ, ഫണ്ടിംഗ് പ്രവർത്തനങ്ങൾ എന്നിവയുടെ ഉയർച്ചയിൽ ഇന്ത്യ ശ്രദ്ധേയമായ കുതിപ്പിന് സാക്ഷ്യം വഹിച്ചു. സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം അഭിവൃദ്ധി പ്രാപിച്ചു. വിവിധ വ്യവസായങ്ങളിൽ ഉടനീളം നിരവധി നൂതന സംരംഭങ്ങൾ ഉയർന്നുവരുന്നു. നിക്ഷേപകരുടെ ആത്മവിശ്വാസം വർദ്ധിച്ചപ്പോൾ നിരവധി സ്റ്റാർട്ടപ്പുകൾ ആപിഒകളിലൂടെ വിജയകരമായി പൊതുജനങ്ങളിലേക്ക് പോയി. ഇത് ഇന്ത്യൻ സ്റ്റാർട്ടപ്പ് ലാൻഡ്സ്കേപ്പിന് ഒരു സുപ്രധാന നാഴികക്കല്ലായി അടയാളപ്പെടുത്തി. ആപിഒകളുടെ വിജയവും സ്റ്റാർട്ടപ്പുകൾക്കുള്ള വർദ്ധിച്ച ധനസഹായവും രാജ്യത്തെ സാമ്പത്തിക വളർച്ചയും നവീകരണവും നയിക്കുന്നതിലൂടെ ഇന്ത്യയുടെ വികസിച്ചുകൊണ്ടിരിക്കുന്ന സംരംഭകത്വ മനോഭാവം അടയാളപ്പെടുത്തുന്നു. വാൾമാർട്ട് ഫ്ലിപ്കാർട്ടിനെ ഏറ്റെടുക്കുമ്പോൾ ഫ്ലിപ്കാർട്ടിന്റെ സഹസ്ഥാപകരിൽ ഒരാളായ സച്ചിൻ ബൻസാലിന് ഏകദേശം $1 ബില്യൺ ആസ്തി ഉണ്ടായിരുന്നതായി റിപ്പോർട്ടുണ്ട്. ഈ ഏറ്റെടുക്കൽ അദ്ദേഹത്തിന്റെ സംരംഭകത്വ യാത്രയിൽ ഒരു സുപ്രധാന നാഴികക്കല്ല് അടയാളപ്പെടുത്തി. കാരണം ഫ്ലിപ്കാർട്ടിന്റെ വിജയം അദ്ദേഹത്തിന്റെ ഗണ്യമായ സമ്പത്തിന് സംഭാവന നൽകി. ഏതൊരു സ്റ്റാർട്ടപ്പിന്റെയും പ്രാരംഭഘട്ടത്തിൽ ഉൽപ്പന്ന വികസനം, വിപണനം, ജീവനക്കാരെ നിയമിക്കൽ, സ്കെയിലിംഗ് പ്രവർത്തനങ്ങൾ തുടങ്ങിയ വിവിധ ചെലവുകൾ വഹിക്കുന്നതിന് ഫണ്ടിംഗ് നിർണായകമാണ്. ഈ വീഡിയോയിൽ സ്റ്റാർട്ടപ്പുകളിൽ ഉൾപ്പെട്ടിരിക്കുന്ന ഫണ്ടിംഗിന്റെ വിവിധ ഘട്ടങ്ങൾ ഞങ്ങൾ വിശദീകരിക്കാൻ പോകുന്നു. കാഴ്ച, പദ്ധതി, ഉൽപ്പന്നം, സേവനം എന്നിവയിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിക്കുന്നത്. ആരും ഇത് മുമ്പ് ചെയ്തിട്ടില്ല. അവിശ്വസനീയം. അത് വളരെ വേദനാജനകമാണ്. നിങ്ങൾക്ക് അത് വലിച്ചെറിയാൻ കഴിയുമോ? ഒരു ലോഗോ, ഡിസൈനർ പേര്, എല്ലാ രസകരവും ഗെയിമുകളും, ആശയം രൂപകൽപ്പന ചെയ്യാൻ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ആവേശഭരിതരായിരിക്കാം. കാര്യങ്ങൾ ഗൗരവമേറിയതാണ്. നിങ്ങൾ ഇത് ഒരു കമ്പനിയാക്കാൻ തീരുമാനിക്കുന്നു. നിങ്ങൾക്ക് ഒരു ഘടന, നിയമപരമായ ഘടന ആവശ്യമാണ്. ഇന്ത്യയിൽ ഇതിന് നിങ്ങൾക്ക് എത്ര ചിലവാകും? ഒരു കമ്പനി സംയോജിപ്പിക്കുന്നത് $6,000 മുതൽ $30,000 വരെ നിങ്ങൾക്ക് തിരികെ നൽകും. അത് ഭാഗിക രജിസ്ട്രേഷൻ ഫീസുകളിലാണ്. നിങ്ങൾ എവിടെയാണ് എന്നതിനെ ആശ്രയിച്ച് വലിയ തോതിൽ വ്യത്യാസപ്പെടുന്ന നിയമപരമായ ഫീസ്, നിങ്ങളുടെ ആദ്യ ഷെയർ ഹോൾഡർമാരുടെ കരാർ എങ്ങനെയായിരിക്കണം എന്നതിനെ ആശ്രയിച്ച് വ്യത്യാസപ്പെടുന്നു. നിങ്ങളുടെ സംയോജനം വിലയേറിയ ഭാഗത്താണ്. കൂടാതെ നിങ്ങളുടെ ഉൽപ്പന്നം വികസിപ്പിക്കുന്നതിന് നിങ്ങൾ ഒരു സെർവർ വാടകയ്ക്കെടുക്കേണ്ടതുണ്ട്. അതിനാൽ അതിനായി മറ്റുള്ളവരുടെ പണം ശേഖരിക്കാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. നിങ്ങളുടെ ഈ സമ്പത്തിന്റെ തുടക്കത്തിൽ ഭൂമിയിൽ ആരാണ് അവരുടെ പണം നിങ്ങൾക്ക് തരുക? കുടുംബാംഗങ്ങളിൽ നിന്നോ സുഹൃത്തുക്കളിൽ നിന്നോ ക്രൗഡ് സോഴ്സിംഗ് വഴിയോ നിങ്ങൾക്കത് ലഭിക്കും. സാധാരണയായി പുതുതായി സംയോജിപ്പിച്ച കമ്പനി 1,00,000 ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്നു. അവ ഉടമസ്ഥാവകാശത്തിന്റെ തുല്യഭാഗങ്ങളാണ്. ഇതിൽ എത്രയെണ്ണം ആർക്കൊക്കെ ലഭിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. ഓരോ സ്ഥാപകനും 40,000 ഓഹരികൾ അല്ലെങ്കിൽ കമ്പനിയുടെ 40%. $5,00,000 വാങ്ങുന്ന ഒരു സമ്പന്ന കുടുംബ സുഹൃത്തിന് 20,000 ഓഹരികൾ അല്ലെങ്കിൽ കമ്പനിയുടെ 20% എന്നിവ നിങ്ങൾ അംഗീകരിക്കുന്നു. ഇതിനെ ഫണ്ടിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ ആദ്യഘട്ടത്തിൽ അതിനെ സീഡ് ഫണ്ടിംഗ് എന്ന് വിളിക്കുന്നു. ഇപ്പോൾ കൊടുക്കുന്ന പണം കമ്പനിയുടേതാണ്. സമീപഭാവിയിൽ കമ്പനി പരാജയപ്പെടുകയാണെങ്കിൽ സ്ഥിതിവിവരക്കണക്കനുസരിച്ച് ഏറ്റവും സാധ്യതയുള്ള സാഹചര്യമാണ് നിങ്ങളുടെ എല്ലാ പണവും നിങ്ങൾക്ക് നഷ്ടപ്പെടും. കമ്പനിയുടെ 20%-ന് $5,00,000. നിങ്ങളുടെ എന്റർപ്രൈസസിന്റെ മൂല്യം $25,00,000. ഇത് നിങ്ങളുടെ 40%-ന്റെ മൂല്യം $10,00,000 കണക്കാക്കുന്നു. മേയാശമല്ല, ദയവായി ഇവിടെയും ഇവിടെയും ഒപ്പിടുക. അഭിനന്ദനങ്ങൾ, നിങ്ങൾ നിങ്ങളുടെ കമ്പനി സംയോജിപ്പിച്ച് നിക്ഷേപത്തിന്റെ സീഡ് റൗണ്ട് പൂർത്തിയാക്കി. 1 വർഷം കഴിഞ്ഞു. നിങ്ങൾ ഉപഭോക്താക്കളുമായി വിജയകരമായ ബീറ്റ ട്രയൽ നടത്തുകയാണ്. കുറച്ച് ആളുകളെ കൂടി ജോലിക്കെടുക്കാൻ സമയമായി. ഒരു സെർവർ മാത്രമല്ല, ഒരു ചെറിയ ഓഫീസ് സ്ഥലം വാടകയ്ക്ക് എടുക്കുക. $5,00,000 വിത്ത് മൂലധനം മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ ലഭിച്ചത്. നിങ്ങളുടെ ആദ്യത്തെ വലിയ റൗണ്ട് പണം ശേഖരിക്കാനുള്ള സമയം. സീരീസ് എ റൗണ്ട് എന്ന് വിളിക്കപ്പെടുന്ന ഒരു റൗണ്ടിൽ നിങ്ങൾ ഇത് ചെയ്യും. ഇത്തവണ $1 കോടി നിക്ഷേപമാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിസികൾ എന്നും വിളിക്കപ്പെടുന്ന ഏഞ്ചൽ നിക്ഷേപകരെയും വെഞ്ചർ ക്യാപിറ്റലിസ്റ്റുകളെയും നിങ്ങൾ ബന്ധപ്പെടുന്നു. വെഞ്ചർ ക്യാപിറ്റൽ ഫണ്ടുകൾ സ്വരൂപിക്കുന്ന വെഞ്ചർ ക്യാപിറ്റൽ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരാണ് വിസികൾ. അവർ മറ്റുള്ളവരുടെ പണം എടുക്കുന്നു. അത് നിങ്ങളുടേതുപോലുള്ള അപകടസാധ്യതയുള്ള യുവ കമ്പനികളിൽ നിക്ഷേപിക്കുന്നു. യുവ കമ്പനികളിൽ പ്രൊഫഷണലായി സ്വന്തം പണം നിക്ഷേപിക്കുന്ന വ്യക്തികളാണ് ഏഞ്ചൽ നിക്ഷേപകർ. പലപ്പോഴും അവർ നിരവധി വർഷങ്ങൾക്ക് മുമ്പ് സ്വന്തം സ്റ്റാർട്ടപ്പ് വിജയകരമായി വിറ്റു. ഇപ്പോൾ ആദ്യകാല സംരംഭങ്ങളെ പിന്തുണയ്ക്കാൻ നോക്കുന്നു. നിങ്ങൾ കുറച്ച് വിസികളെയും ഏഞ്ചൽ നിക്ഷേപകരെയും ബന്ധപ്പെട്ടു. അവയിൽ ചിലത് നിങ്ങൾ ഓൺലൈനിൽ കണ്ടെത്തി.
ചിലത് നിങ്ങളുടെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും വഴി ബന്ധപ്പെട്ടു. നിങ്ങൾ അവർക്ക് മെയിലുകൾ അയക്കുന്നു, നിങ്ങൾ അവർക്ക് ഒരു ബിസിനസ് പ്ലാൻ അയക്കുന്നു. സാധാരണഗതിയിൽ അവർ ബിസിനസ് പ്ലാനിനെക്കുറിച്ച് കാര്യമായി ശ്രദ്ധിക്കാറില്ല. അവർക്ക് ടീമിനെ കാണാൻ ആഗ്രഹമുണ്ട്. അത് കഴിവുള്ളതാണോ? ആശയം അത് പ്രത്യേകമാണോ? അത് എളുപ്പമല്ലെന്ന് അവർക്കറിയാം. നിങ്ങൾ ഇതിനകം എന്താണ് നേടിയത്? ഇത് വാഗ്ദാനമാണോ? നിങ്ങൾക്ക് എന്ത് നേടാനാകും? നിങ്ങൾക്ക് വലിയ സ്വപ്നം കാണാൻ കഴിയുമോ? നിങ്ങൾ കുറച്ച് സ്കൈപ്പ് കോളുകൾ സജ്ജീകരിച്ചു, ധാരാളം ബിസിനസ് സംഭാഷണങ്ങൾ. ദർശനം വിവരിക്കുക എളുപ്പമാണ്. നിങ്ങൾ ഇപ്പോൾ എണ്ണമറ്റ തവണ ചെയ്തു. അവർ നിങ്ങളോട് കടുത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നു. സമാനമായ കാര്യം ചെയ്യുന്ന മറ്റൊരു സ്റ്റാർട്ടപ്പിനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെ വ്യത്യസ്തനാണ്? നിങ്ങൾ താൽപ്പര്യം ജനിപ്പിക്കുന്നു. നിങ്ങൾക്ക് രണ്ടാമത്തെ കോളുകൾ ഉണ്ട്, നിങ്ങളുടെ മൂന്നാമത്തെ കോളുകൾ ഉണ്ട്, നിങ്ങൾ അവരെ നേരിട്ട് കണ്ടുമുട്ടുന്നു. അവർ നിക്ഷേപിച്ചേക്കാം. മൂല്യനിർണ്ണയം സംസാരിക്കാനുള്ള സമയം. പണത്തിനു മുമ്പുള്ള മൂല്യനിർണ്ണയവും പണത്തിനു ശേഷമുള്ള മൂല്യനിർണ്ണയവും ഉണ്ട്. നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ പ്രീമണി മൂല്യനിർണ്ണയം നിങ്ങൾ നിലവിൽ എങ്ങനെ വിലമതിക്കുന്നു എന്നതാണ്. പണത്തിനു മുമ്പുള്ള മൂല്യനിർണ്ണയവും നിങ്ങൾ ശേഖരിക്കാൻ ആഗ്രഹിക്കുന്ന നിക്ഷേപവുമാണ് പോസ്റ്റ് മണി മൂല്യനിർണ്ണയം. പണത്തിനു ശേഷമുള്ള മൂല്യനിർണ്ണയം കൊണ്ട് വിഭജിക്കപ്പെടുന്ന നിക്ഷേപം നിങ്ങളുടെ സ്റ്റാർട്ടപ്പിലെ നിക്ഷേപകന്റെ വിഹിതത്തിന് തുല്യമായതിനാൽ നിങ്ങൾ ചർച്ചകൾ നടത്തുമ്പോൾ സാധാരണയായി ഇത് പരാമർശിക്കുന്ന ഒന്നാണ്. നിക്ഷേപകർ അവരുടെ പണത്തിന് കൂടുതൽ ലഭിക്കുന്നതിന് കുറഞ്ഞ പോസ്റ്റ് മണി മൂല്യനിർണ്ണയം ആഗ്രഹിക്കുന്നു. ഒരു വലിയ പങ്ക് നിലനിർത്താൻ നിങ്ങൾക്ക് ഉയർന്ന പോസ്റ്റ് മണി മൂല്യനിർണ്ണയം ആവശ്യമാണ്. 1 കോടി രൂപ നിക്ഷേപിക്കുന്ന നിക്ഷേപകന് 8 കോടി രൂപയുടെ പോസ്റ്റ് മണി മൂല്യനിർണ്ണയം നിങ്ങൾ നിർദ്ദേശിക്കുന്നു. നിങ്ങളുടെ കമ്പനിയുടെ 12.5% ഓഹരിയാണ് ഇത് അർത്ഥമാക്കുന്നത്. ഏതാനും ആഴ്ചകൾക്കുള്ളിൽ മേശപ്പുറത്ത് 2 ഓഫറുകൾ ഉണ്ട്. 8 കോടി രൂപയുടെ പോസ്റ്റ് മണി മൂല്യനിർണ്ണയത്തിന് ഒരു വിസി 1 കോടി രൂപയുടെ നിക്ഷേപം വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങൾ സംസാരിച്ച ഒരു ഏഞ്ചൽ നിക്ഷേപകൻ 7 കോടി രൂപയുടെ പോസ്റ്റ് മണി മൂല്യനിർണ്ണയത്തിനായി 60 ലക്ഷം രൂപ നിക്ഷേപിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നു. വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിന്റെ ഓഫർ മികച്ച ഇടപാടാണെന്ന് തോന്നുന്നു, പക്ഷേ മാലാഖയ്ക്ക് വ്യവസായത്തിൽ മികച്ച ബന്ധങ്ങളുണ്ട്. ഇതിനെ സ്മാർട്ട് മണി എന്ന് വിളിക്കുന്നു. നീ എന്തു ചെയ്യുന്നു? രണ്ടിനും പോകാൻ നിങ്ങൾ തീരുമാനിക്കുക. പണത്തിന്റെ മൂല്യനിർണ്ണയത്തിന് ശേഷം നിങ്ങൾക്ക് 8 കോടി രൂപയുടെ സ്റ്റാൻഡിംഗ് ഓഫർ ഉണ്ടെന്ന് നിങ്ങൾ ഏഞ്ചൽ നിക്ഷേപകനോട് പറയുന്നു, എന്നാൽ അവളെ ബോർഡിൽ ഉൾപ്പെടുത്താൻ നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നു. 8 കോടി പോസ്റ്റ് മണി മൂല്യനിർണ്ണയത്തിൽ നിക്ഷേപിക്കാൻ അവൾ സമ്മതിക്കുന്നു. കൊള്ളാം. ഇത്തവണ കേക്ക് പിളർന്നത് എങ്ങനെ? നമുക്ക് ഒരുമിച്ച് കണക്ക് ചെയ്യാം. വിസിയും മാലാഖയും നിങ്ങളുടെ ബിസിനസ്സിലേക്ക് 8 കോടി രൂപയുടെ പോസ്റ്റ് മണി മൂല്യനിർണ്ണയത്തിനായി മൊത്തം 1.6 കോടി രൂപ നിക്ഷേപിക്കും. അതായത് കമ്പനിയുടെ 20% അവർ സ്വന്തമാക്കും. നിങ്ങളും നിങ്ങളുടെ സഹസ്ഥാപകനും നിങ്ങളുടെ കുടുംബ സുഹൃത്തും ഒരുമിച്ച് 100% സ്വന്തമാക്കിയിരുന്നു. പുതിയ നിക്ഷേപകർ വരുന്നതോടെ നിങ്ങൾ നേർപ്പിക്കപ്പെടും. എ സീരീസ് നിക്ഷേപത്തിന് ശേഷം നിങ്ങളുടെ ക്യുമുലേറ്റീവ് ഷെയർ കമ്പനിയുടെ 80% വരെ മാത്രമേ ചേർക്കൂ. ഈ നേർപ്പിക്കൽ ആനുപാതികമായി സംഭവിക്കുന്നു, അതിനാൽ നിങ്ങൾക്ക് ഇപ്പോൾ കുറച്ച് ഷെയറുകൾ മാത്രമേയുള്ളൂ. ഇല്ല, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? നിങ്ങൾ സംയോജിപ്പിച്ചപ്പോൾ നിങ്ങളുടെ കമ്പനി ആദ്യത്തെ 1,00,000 ഷെയറുകൾ ഇഷ്യൂ ചെയ്തപോലെ പുതിയ നിക്ഷേപകർക്ക് വാങ്ങാൻ അത് ഇപ്പോൾ കൂടുതൽ ഓഹരികൾ നൽകും. ആർബിഐക്ക് പണം അച്ചടിക്കാൻ കഴിയുന്നതുപോലെ ഒരു കമ്പനിക്ക് ഓഹരികൾ സൃഷ്ടിക്കാൻ കഴിയും. കമ്പനിയുടെ മൊത്തം ഷെയറുകളുടെ എണ്ണം മാറിക്കൊണ്ടിരിക്കും, അതേസമയം നിങ്ങളുടെ ഷെയറുകളുടെ എണ്ണം അതേപടി തുടരും. 1,00,000 ഓഹരികൾ ഇപ്പോൾ കമ്പനിയുടെ 80% മാത്രമാണെങ്കിൽ കമ്പനി എത്ര ഷെയറുകളാണ് ഇഷ്യൂ ചെയ്യുന്നത്? കമ്പനിയുടെ 100% ഇപ്പോൾ 1,25,000 ഓഹരികൾക്ക് തുല്യമായിരിക്കും. അതിനാൽ നിക്ഷേപകർക്ക് അവരുടെ നിക്ഷേപത്തിനായി പുതുതായി ഇഷ്യൂ ചെയ്ത 25,000 ഓഹരികൾ ലഭിക്കും. അവരുടെ ഓഹരികൾക്കായി 1.6 കോടി രൂപ നൽകുന്നതിനാൽ ഓരോ ഷെയറിനും ഇപ്പോൾ 640 രൂപ മൂല്യമുണ്ട്. നിങ്ങളുടെ 40,000 ഓഹരികൾക്ക് ഇപ്പോൾ 2.5 കോടി രൂപയിലധികം വിലയുണ്ട്. അഭിനന്ദനങ്ങൾ! പണം സ്വീകരിക്കുന്നതിനായി പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ ഈ മുഴുവൻ പ്രക്രിയയും മൂലധന സമാഹരണം എന്ന് വിളിക്കുന്നു. കാര്യങ്ങൾ ശരിയായി നടക്കുന്നുണ്ടെങ്കിൽ എ സീരീസ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ അവസാന മൂലധന സമാഹരണമായിരിക്കില്ല. ഒരു സീരീസ് ബി, സീരീസ് സി, സീരീസ് ഡി, അങ്ങനെ പലതും ഉണ്ടാകും. ഓരോ നിക്ഷേപ റൗണ്ടിലും കമ്പനിയുടെ മൂല്യനിർണ്ണയം വർദ്ധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ഓരോ തവണയും നിങ്ങളുടെ കമ്പനി നിക്ഷേപകരിൽ നിന്ന് പുതിയ പണം എടുക്കുമ്പോൾ നിങ്ങൾ കൂടുതൽ നേർപ്പിക്കപ്പെടും.
നിങ്ങളുടെ ഷെയറുകളുടെ എണ്ണം അതേപടി തുടരുമെന്ന് ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? അത് തെറ്റാണ്. യഥാർത്ഥത്തിൽ സാധാരണയായി സ്റ്റോക്ക് സ്പ്ലിറ്റുകൾ ഉണ്ടാകും. അത് ആരുടെ കൈവശമുള്ള ഓരോ ഷെയറും ഒന്നിലധികം ഓഹരികളാക്കി മാറ്റുന്നു. അതിനാൽ എല്ലാവരുടെയും ഓഹരികൾക്കൊപ്പം നിങ്ങളുടെ ഷെയറുകളുടെ എണ്ണം ഇടയ്ക്കിടെ ഇരട്ടിയോ മൂന്നിരട്ടിയോ ആയി വർദ്ധിക്കുന്നു. എന്തായാലും നിയമപരമായ ജോലികൾ നിങ്ങൾ കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ പ്രാഥമിക താൽപ്പര്യം നിങ്ങളുടെ ബിസിനസ് വളർത്തുക എന്നതാണ്. അത് ഇപ്പോൾ പുതിയ ഉയരങ്ങളിലെത്താനുള്ള പാതയിലാണ്. നിങ്ങൾ നിങ്ങളുടെ കമ്പനി സ്ഥാപിച്ചിട്ട് 6 വർഷമായി. അതിനുശേഷം നിങ്ങൾ 4 നിക്ഷേപ റൗണ്ടുകൾ വിജയകരമായി പൂർത്തിയാക്കി. നിങ്ങൾ നിങ്ങളുടെ ഉൽപ്പന്നം സമാരംഭിച്ചു. ഇപ്പോൾ ഉപഭോക്താക്കൾ അത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു വലിയ വിജയമാണ്. വലിയ ബ്ലോക്കുകൾ നിങ്ങളെക്കുറിച്ച് എഴുതുന്നു. ഏറ്റവും പ്രധാനമായി, കഴിഞ്ഞ പാദത്തിൽ നിങ്ങളുടെ കമ്പനി ആദ്യമായി പണം നഷ്ടപ്പെടുന്നില്ല, ബിസിനസ് ലാഭമുണ്ടാക്കി. പുറത്തുകടക്കാനുള്ള സമയം. കമ്പനിയിൽ നിന്ന് പുറത്തുകടക്കുന്നത് നിക്ഷേപകർ അവരുടെ ഓഹരികൾ വിൽക്കാൻ സംസാരിക്കുന്നു. തുടക്കം മുതൽ നിങ്ങളുടെ ബിസിനസ്സിൽ പണം നിക്ഷേപിച്ച എല്ലാവരും വലിയ ലാഭത്തെക്കുറിച്ച് നിശബ്ദമായി സ്വപ്നം കാണുന്നു. അവർ എത്ര നേരത്തെ നിക്ഷേപിച്ചുവോ അത്രയും വലിയ റിസ്ക് അവർ എടുത്തു. അതനുസരിച്ച് കമ്പനി ശരിക്കും ടേക്ക് ഓഫ് ചെയ്താൽ അവർക്ക് വലിയ ലാഭം ലഭിക്കും. ഒരു കമ്പനിയിൽ നിന്ന് പുറത്തുകടക്കാൻ സാധാരണയായി 2 വഴികളുണ്ട്. വലിയ ആളുകളിൽ ഒരാൾക്ക് വിൽക്കുക അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ അത് വാഗ്ദാനം ചെയ്യുക. നിങ്ങൾ ഒരു വലിയ കമ്പനിക്ക് വിൽക്കുകയാണെങ്കിൽ നിക്ഷേപകർ സാധാരണയായി അവരുടെ എല്ലാ ഓഹരികളും ഒരേ സമയം വിൽക്കും. നിങ്ങളും നിങ്ങളുടെ സഹപ്രവർത്തകരും മറുവശത്ത് സാധാരണയായി ചെയ്യില്ല. നിങ്ങളെ വാങ്ങുന്നയാൾക്ക് മുഴുവൻ കാര്യങ്ങളും പ്രവർത്തിപ്പിക്കാൻ പ്രചോദിതരായി തുടരാൻ നിങ്ങളെ ആവശ്യമുണ്ട്. അതിനാൽ നിങ്ങളുടെ ഓഹരികൾ നിങ്ങളെ വാങ്ങിയ കമ്പനിയുടെ ഓഹരികളാക്കി മാറ്റുകയും പിന്നീട് നിങ്ങൾക്ക് കാലക്രമേണ ലഭ്യമാക്കുകയും ചെയ്യും. നിങ്ങളുടെ ഓഹരികൾ വെസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. നിങ്ങൾ നേരത്തെ പുറപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾ സമ്മതിച്ച ചില നാഴികക്കല്ലുകളിൽ എത്താതിരിക്കുകയോ ചെയ്താൽ നിങ്ങളുടെ എല്ലാ ഷെയറുകളും നിങ്ങൾക്ക് ലഭിക്കില്ല. പുറത്തുകടക്കാനുള്ള ഏറ്റവും നല്ല മാർഗം നിങ്ങളുടെ കമ്പനിയുടെ ഓഹരികൾ ഓഹരി വിപണിയിൽ വിൽക്കാൻ കഴിയുന്ന തരത്തിൽ വലുതായി മാറുക എന്നതാണ്. ഇത് ചെയ്യുന്ന പ്രക്രിയയെ പ്രാഥമിക പബ്ലിക് ഓഫറിംഗ് അല്ലെങ്കിൽ ചുരുക്കത്തിൽ IPO എന്ന് വിളിക്കുന്നു. ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നത് വേദനാജനകമായ എളുപ്പമാണ്. സാരാംശത്തിൽ ഒരു IPO മറ്റൊരു മൂലധന സമാഹരണം മാത്രമാണ്. ഒരിക്കൽ കൂടി നിങ്ങളുടെ കമ്പനി പുതിയ ഓഹരികൾ ഇഷ്യൂ ചെയ്യും. ഇത്തവണ വാങ്ങുന്ന നിക്ഷേപകൻ ഒരു മാലാഖയോ വിസിയോ അല്ല, അത് പൊതുജനമാണ്. നിങ്ങൾ പൊതുവായി പോകുന്ന ദിവസം നിങ്ങളുടെ കമ്പനി സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കൂട്ടം പുതിയ ഷെയറുകൾ വലിച്ചെറിയുന്നു. അന്നുമുതൽ ആളുകൾക്ക് അവ പരസ്പരം വാങ്ങാനും വിൽക്കാനും കഴിയും. കൂടാതെ നിങ്ങൾ ഇപ്പോൾ ട്രേഡബിൾ പേപ്പർ കൈവശം വയ്ക്കുന്നു, ഏതാണ്ട് പണത്തിന് തുല്യമാണ്. അതിന്റെ വില എല്ലാ ദിവസവും കൂടുകയും കുറയുകയും ചെയ്യുന്നു. IPO ലോക്കപ്പ് കാലയളവുകൾ ഒഴികെ എപ്പോൾ വേണമെങ്കിലും നിങ്ങളുടെ സ്റ്റോക്ക് മാർക്കറ്റ് വിലയ്ക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ വിൽക്കാം. അവ മറ്റൊരു സമയത്തേക്കുള്ള വിഷയമാണ്. നിങ്ങൾ ഓഹരികൾ 850 എന്ന പ്രാരംഭ വിലയിൽ എത്തിച്ചു. ട്രേഡിംഗിന്റെ ആദ്യ ദിനത്തിൽ അവ 960-ലധികമായി ഉയർന്നു. വഴിയിൽ നിങ്ങൾ നടത്തിയ ഓഹരി വിഭജനം കാരണം നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ കമ്പനിയുടെ 1 കോടി ഓഹരികളിൽ ഇരിക്കുകയാണ്. നിങ്ങളുടെ സ്വകാര്യ സ്വത്ത് 960 കോടി രൂപയിലധികമാണ്. നിങ്ങൾക്ക് പണം നൽകാം, പക്ഷേ നിങ്ങൾക്കത് വേണോ? നിങ്ങൾ രണ്ടുപേർക്കും ഒരു ദർശനം ഉണ്ടായത് ഇന്നലെ പോലെ തോന്നുന്നു. ഇപ്പോൾ നിങ്ങൾ ഒരു കോടീശ്വരൻ. നിങ്ങൾ നേടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നിട്ടും അനന്തമായ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നിക്ഷേപകർ ഇതിനെ എക്സിറ്റ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും പല സ്ഥാപകർക്കും ഇത് ഒരു തുടക്കം മാത്രമാണ്. ഞങ്ങളുടെ വിശദീകരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒരു സ്റ്റാർട്ടപ്പ് ആരംഭിച്ച അല്ലെങ്കിൽ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഇത് ഷെയർ ചെയ്യുക. ഭാവിയിൽ കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ അമർത്തുക.